ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ളതാണ്. കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ. അപ്പോൾ ഇവൾ ഇന്ന് എഴുന്നേറ്റത് 10:30-ക്കായിരുന്നു. രാത്രി ഉറങ്ങിയത് 12:30-ക്കും രാവിലെ എഴുന്നേറ്റത് 10:30-ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കിയാരൻ്റെ വായി എടുത്തു, മൂക്കെടുത്തു. മൂക്ക് 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 കാണിക്ക്. തല എടുത്തു. തല 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 ഇഷ് മൂക്കിന്ന് ചിച്ചു വന്നു. തല എടുത്തു. ജലദോഷം ആയതുകൊണ്ട് മൂക്കിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഡ്രോപ്സ് ഒട്ടിക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. ഒരേ ഒരു കരച്ചിലാണ് ഡ്രോപ്സ് ഒട്ടിക്കുമ്പോൾ. പിന്നെ പിടിച്ച് നിർത്തിയിട്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എടുത്തു. പപ്പ പോന്നോലു, ടാറ്റ പോന്നോലു. പപ്പക്ക് ടാറ്റ ആക്കണം. കേര പപ്പക്ക് ടാറ്റാക്ക്. പപ്പ പോന്നോലു. പപ്പ വിളിച്ചിട്ട് ടാറ്റാക്ക്. പോവാൻ പറയും. നോക്ക്, മഴ വന്നു. പിന്നെ കേര ടാറ്റാക്ക്. ടാറ്റ. പപ്പ എടുത്തു. പപ്പ ഇടുണ്ട്. ഇടുണ്ട്. നല്ല കാറ്റുണ്ട്. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. മഴ വന്നു. അതാ മഴ വന്ന്. ടാറ്റാക്ക്. അതോ ടാറ്റാക്ക്. ഓക്കെ, ബേജാറായി. പോയി. അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടുപേരും മാത്രമായി. എന്ത് അവള് പോന്നോലും. മൂക്ക് തുറത്ത്. അപ്പൊ ഇവക്ക് ഫുഡ് കൊടുക്കുവാണ്. ചോറും പയറും ആണ് ഇന്ന് ഫുഡ്. കുറേ നാളായി പുറത്തൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ മുന്നാണെങ്കിൽ ഞാൻ ഇവർക്ക് മടിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ മഴയുമായി അങ്ങനെ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ അകത്താണേലും ഇത് തന്നെയാണ് അവസ്ഥ. വായിലിടും, തുപ്പിക്കളയും, ഓളെന്നെ പറക്കി തിന്നും. മുമ്പ് ഇവിടെ മുമ്പത്തെ കുറെ വീഡിയോസിനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനിങ്ങനെ ഇവിടെ മടിയിലിരുത്തും, എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെയായിരുന്നു ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അപ്പോൾ ചെറുതായിരുന്നു. ഇപ്പൊ പിന്നെ ഇരുന്നെടുത്ത് ഇരിക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഇതെടുക്കാനും പഠിച്ചിട്ടുണ്ട്. കയ്യിൽ പിടിച്ചോ.
അങ്ങനെ കൊടുക്കുന്നതായിരുന്നു നല്ല രസം. മിണ്ടാതെ ഇങ്ങനെ മടിയിലിരിക്കും, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ളതാ കണ്ട, താഴെ വീണതൊക്കെ പറക്കി തിന്നുവാണ്. പിന്നെ ഇവക്കിപ്പോ പഴമൊക്കെ കൊടുക്കുന്നെങ്കിൽ ഓളെ കയ്യിൽ തന്നെ പഴം കൊടുക്കണം, എന്നാലേ ആള് കഴിക്കൂ. ഇന്നലെ രാത്രി ചോറും അങ്ങനെ തന്നെയായിരുന്നു. ഓളെ വാരിയിട്ട് ഇങ്ങനെ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കയ്യിലും ഇങ്ങനെ വായിലോട്ട് ഇട്ടിട്ട് ഫുള്ള് ആക്കിയിട്ട് അപ്പൊ ഇത് പയറ് ചോറും പയറ് കറിയും ഉണ്ട്. പിന്നെ പയറ് പൊങ്ങിയത് എടുത്ത് വെച്ചതും ഉണ്ടായിരുന്നു. അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളതാണ്. ചോറിപ്പോൾ മിക്സിയിൽ അടിക്കാതെ കുറേ ദിവസമായി. ഇതേപോലെ നമ്മ കഴിക്കുന്ന പോലെ തന്നെയാണ് ഓക്കും കൊടുക്കാറ്. ഇപ്പോ കുറച്ച് വലുതായതുകൊണ്ട് നല്ല ക്ഷമ വേണം ഫുഡ് കൊടുക്കുമ്പോൾ. അപ്പൊ ഞാൻ ഇത് കൊടുത്തിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ കഞ്ഞിയും ചെമ്മീനും പയറ് കറിയാണ്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം, ഒരേ പ്ലേറ്റിൽ തന്നെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരാളുണ്ട് ഇരുന്നിട്ട് ഐസ്ക്രീമിൻ്റെ കപ്പും സ്പൂണും കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കളിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാങ്ങാപ്പൂള് അമ്മ ഉപ്പിലിട്ടതായിരുന്നു. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് വരുമ്പോൾ അമ്മ എനിക്ക് തന്നതാണ്, കുറച്ച് ടിഫിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. അത് എത്ര പെട്ടെന്ന് തീർന്നു പോയി. ഇതിപ്പോൾ ലാസ്റ്റാണ്. ഇത്രയും ദിവസം നല്ല രസമായിരുന്നു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എന്തിയേ ഈ ഉപ്പിലിട്ടതിൻ്റെ മുളക് വലിയ എരിവൊന്നുമില്ല കഴിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ അറിയുമായിരിക്കും എരിവ്. ഇപ്പോൾ കഴിക്കുമ്പോൾ എരിവൊന്നുമില്ല. അപ്പോൾ ആ മുളകിന് നല്ല കുറച്ച് എരിവുണ്ടായിരുന്നു. കഴിക്കുമ്പോൾ അറിഞ്ഞിട്ടോ ഇപ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ കിയര അപ്പോൾ ഇവക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൾ ഉറങ്ങിയാലും ഞാനും കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് വീഡിയോ ആഡ് ചെയ്യാം. ബൈ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതാണ്. അപ്പോൾ കിയാരാണെങ്കിൽ ഇവരുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ എന്നെക്കാളും മുമ്പ് ചാടി എഴുന്നേറ്റു. അപ്പോൾ ഇവർ വരുമ്പോൾ നമുക്ക് ദൂരേന്ന് തന്നെ മനസ്സിലാവും, കാരണം ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ കിയാരയ്ക്ക് ഫീഡ് ചെയ്യുന്നുണ്ടാവും, ആൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതായിരിക്കും. അപ്പോൾ ആ ബെഡിൽ നിന്ന് ഞാൻ എണീക്കുന്നതിനേക്കാൾ മുമ്പേ ആൾ എഴുന്നേക്കും, എന്നിട്ട് കരയാൻ തുടങ്ങും അവളെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഈ ബബിൾസ് ഊതാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. പക്ഷെ ഇതിൽ നിന്ന് ബബിൾസ് ഒന്നും വരുന്നുണ്ടായിട്ട. അപ്പോൾ ഞാനും കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ വരുന്നുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുത്തിയതാണ്. തീർന്നിട്ട് കാലമായി. എടുത്തതിൽ മാങ്ങ ഉണ്ടോ? അപ്പം അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാകുമ്പോൾ സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. വീണ്ടാ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇത്
എന്ത് വീഡിയോ എടുക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം പോയിട്ടുണ്ട്. ആരാ എന്തിയേ ഹലോ ആക്ക് ഫോണിൽ ഹലോ ആക്കണേ, ഹലോ ആക്കുന്നേ ഫോണിൽ. ആ ഹലോ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബും കൂടി ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.